ഹലോ ഗായ്സ്, നോക്ക് മക്കളെ നോക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ കണ്ടന്റിന്റെ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത് റെസ്പെക്ട് ബോയ്സ് എന്നാണ്. പലർക്കും ഒരു പുതിയ അറിവായിരിക്കും, ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു പേര് കേൾക്കുന്നത് പോലും അല്ലേ. അതിനൊക്കെ ഒരു കാരണമുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്പെക്ട് ബോയ്സ് എന്നുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് അതിന് ഇടാൻ കാരണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കണില്ല, വർണ്ണിക്കണമില്ല. നമുക്ക് ഡയറക്റ്റ് കണ്ടന്റിലേക്ക് പോവാം. അപ്പം റെസ്പെക്ട് ബോയ്സ് എന്ന വീഡിയോയിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. എങ്ങനുണ്ട്? ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയണ്ടേ? അല്ല, നിങ്ങളെന്നൊന്ന് പറഞ്ഞേരി. ആണ് അത്രയും നേരം നിന്ന് കൈയാട്ടിയിട്ട് ഒരു വണ്ടി പോലും അവിടെ നിർത്തില്ല. പെണ്ണിന്റെ നേലൊന്ന് കണ്ടിട്ടുള്ളൂ. അതിപ്പോ പെണ്ണാണെന്ന് നിർബന്ധമില്ലായിരുന്നു. ആ റോഡ് സൈഡിലൊരു മാക്സി കുത്തിച്ചാലും മതിയായിരുന്നു. വണ്ടി നിർത്തലുണ്ട് നിങ്ങള്. ആ വണ്ടി ഒന്നായിട്ട് ലിഫ്റ്റാണ് ചോദിച്ചെന്നുണ്ടെങ്കിലും ആ കേടുന്ന വണ്ടി ഒന്നായിട്ട് പൊന്തിച്ചുകൊണ്ടാവാനുള്ള ആളുകൾ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവില്ല. അടുത്ത വീഡിയോയിലേക്ക് പോവാം. നല്ലോണം ശ്രദ്ധിക്കണേ. എന്താ പാട്? എടാ, നിങ്ങളെന്നൊന്ന് പറയടാ, നിങ്ങളെന്നൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങള് ലേഡീസൊക്കെ ഒന്ന് ചിന്തിക്കും. റെസ്പെക്ട് വുമൺ എന്ന് പറഞ്ഞിട്ട് ആടും പൂച്ചയും പട്ടിയും വരെ റെസ്പെക്ട് ചെയ്യൽ തുടങ്ങി. ആണുങ്ങൾക്ക് എന്തതൊന്നും ബാധകല്ലേ? ഒരു പുല്ല് വില ഞങ്ങൾക്ക് കിട്ടുണ്ടാ? നാക്കാലിയാളെ അവസ്ഥയപ്പത്. ഒരു വരെ വേർതിരിവിലാ കാണുന്നത്. വലിയ സങ്കടമല്ല. ഇങ്ങനെയൊക്കെ പേർക്ക് കിട്ടിയിട്ടും ഇവരെ പരാതി തീരുന്നില്ല. എന്നാലും അവര് പറഞ്ഞ ഇതാണ്, ഇക്വാളിറ്റി ഇല്ലയോ, റെസ്പെക്ട് ഇല്ലയോ എന്ന്. ഞങ്ങളൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യും നിങ്ങള്. നമുക്ക് എന്തായാലും അടുത്ത കണ്ടല്ലേക്ക് പോവാം. குடும்பம் நடத்தக்கூடிய லட்சணமா அழகா இருந்தா அது மட்டும் தான் பாக்குறோம். குடும்பம் நடத்தக்கூடிய அழகால லட்சணங்கள் என்ன சொல்லுங்க? காலையில எந்திரிக்கணும், கோலம் போடணும், காஃபி வைக்கணும், சமைக்கணும், முதல்ல சமைக்கணும். இதுதான் சார் அழகு. இதுக்கு என்ன சொல்றீங்க சார்? இதுக்காக சார் இவ்வளோ MBA MSc எல்லாம் படிக்க வச்சுட்டு கை நிறைய சம்பளம் வாங்க வச்சுட்டு என் குழந்தைங்கள அவருக்கு காஃபி போட்டு கொடுக்கறதுக்கா சார் நாங்க இவ்வளோ பவுன் நகையும் போட்டு கல்யாணம் பண்ணி அனுப்புறோம். ஏன் அவரால் எழுந்து காஃபி போட்டு எங்க ഞാൻ ഉറപ്പിച്ചാണിത്. കാരണം ഇങ്ങനൊരു വാക്ക് ആരെങ്കിലും പറയുന്നുണ്ടാവും നോക്കി നടക്കണ കുറെ ആൾക്കാരുണ്ട്. റീൽസിലാണെങ്കിലും ഇപ്പൊ ഏതെങ്കിലും വീഡിയോസിലാണെങ്കിലും. അതായത് സ്ത്രീയെ ഈ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർന്ന് അപ്പൊ അടിക്കുന്ന ഡയലോഗ് അത്. അപ്പൊ നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരാൻ നിങ്ങളെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഉള്ളത് എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ആള് മാറിപ്പോയി. ഇതൊന്ന് കേട്ടോ കിഞ്ഞി. காபி போட்டு எங்க பொண்ணுங்களுக்கு கொடுக்க முடியாதுங்களா? நீங்க சொன்னீங்க இல்லையா இதெல்லாம் அவங்க பண்ணணும்னு, நீங்க என்னெல்லாம் பண்ணுங்க சார்? இன்ன வரைக்கும் நான் தான் சார் எல்லாமே பண்ணிட்டு இருக்கேன். நாங்க சேல்ஸ் எடுக்கலாம். ஆமா சார். நீங்க காபி போட்டு மனைவி கொடுக்குறீங்களா? நான் காபி கொடுப்பேன் சார். நீங்க சமைக்கிறீங்களா அவங்க சமைக்கிறாங்களா? நான் தான் சமைக்கிறேன் சார். அவங்க சமைக்கிறது அவங்க இல்லையா? சமைக்கிறது கிடையாது. அவர் சொல்றதெல்லாம் உண்மையாமா? ഇപ്പൊ എങ്ങനെയുണ്ട്? ചോദിച്ചവരാരായി? സസ്യായി. ഞങ്ങളങ്ങനെ പലതും പറയും. വീട് തുടയ്ക്കണമെന്നോ, ഞങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരണമെന്നോ, അതേമാതിരി ഞങ്ങൾ ഡ്രസ്സ് അലക്കണം, ഞങ്ങളങ്ങനെ പലതും പറയും. 4 ആള് കൂടുമ്പോ ചിലപ്പോ പറയും, അല്ലെങ്കിൽ ഒരു സദസ്സ് പറയും. പക്ഷെ എല്ലാരും പേര് നടക്കണമൊന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ, മൂപ്പര് ആ ഫസ്റ്റുള്ള വരവൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് മൂപ്പര് വരച്ച വരമ നിർത്തുന്ന ആളാണ്. അവസാനം മനസ്സിലായത് പെണ്ണുങ്ങളെ വര വരയ്ക്കണമെന്നുള്ളത്. അത് കിട്ട് കേട്ടുങ്ങാണ്ട് മറ്റുള്ളവർ ഡയലോഗ് അടിക്കാനും പറഞ്ഞതിനെന്താണ് ഓരോ ആഗ്രഹങ്ങളല്ല. അത് പറഞ്ഞോട്ടെ എന്നാണ്ട് വിചാരിച്ചാ പോരെ. എന്തോ ഒരു കഷ്ടാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോക്ക് പോവാം. എന്താ പാട്? അത് നല്ലൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് കഴിച്ചലായി. എല്ലാം നിന്നുണ്ടെങ്കിലോ വിവാദാവാത് പോരെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഹറാമ്പറപ്പിന് കുരുപ്പാണ് കൂലി എന്ന് പറയും. അതേ ജാതി പരിപാടി അപ്പോൾ ചെയ്ത്. ഇതിപ്പോ പുടിച്ചിന്ന് വിചാരിച്ചോ, പുടിച്ചാത് പ്രാങ്കായി. പുടിച്ചിട്ടില്ലെങ്കിലോ വേറൊന്നും കൂടി ഉണ്ട്. കണ്ടാ, ബസ്സിലൊക്കെ പോണ ആൾക്കാരെടുത്ത് പോയിരിക്കുക, എന്നിട്ട് ഇമ്മാതിരി തോന്നിയാസങ്ങൾ ചെയ്യുക.
ഇതൊന്ന് തിരിച്ചായി നോക്കട്ടെ, ഒരു യുദ്ധം ഇപ്പൊ ഇവിടെ നടക്കൂലേ? എന്നിട്ട് പറയും റെസ്പെക്ട് വേണം. ഞങ്ങളത് വേണ്ടോളം തരുന്നുണ്ട്. ഈ രണ്ടാൾക്കാർ ഇപ്പൊ തന്നില്ലേ? അത് തരാത്തവരെ ഇരുന്നെങ്കിലോ? എന്തായാലും നമുക്ക് അടുത്ത കണ്ടന്നെ പോവാ. ഇതും അതന്നെയാണ് സംഭവം. ആണും പെണ്ണും പൈസ ഇല്ലാതെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് തരുമെന്ന് ചോദിക്കണോ റിക്ഷക്കാരോട്? എന്താ അവൻ നായി ചോദിക്കണ മാതിരി ചോദിക്കണ്ട എല്ലാരോടും. ഒരു കുട്ടിയാണെങ്കിൽ ലിഫ്റ്റ് കൊടുക്കണേ. ആ പെണ്ണാകെ 4 ആളോടെ ചോദിച്ചിട്ടുള്ളൂ. ആ 4 ആളും കൊണ്ടുപോയി കൊടുത്ത്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ഈ റെസ്പെക്ട് ഇല്ല, അതേമാതിരി തന്നെ ഇക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം നാറുകയെന്നേ ഞാൻ പറയുള്ളൂ. എന്റെ അഭിപ്രായത്തില് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം കിട്ടുന്നുണ്ട്. റെസ്പെക്ട് ആണെങ്കിലും ഇക്വാളിറ്റി ആണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങളാണ് ഇനി ശരിക്കും പരാതി പറഞ്ഞ് നടക്കണ്ടേ? ഇക്വാളിറ്റി ഇല്ലയോ കണ്ട. നിങ്ങൾ ഏത് കാലത്താണ് ഈ ലോകം പെണ്ണിനെ കാണുന്ന മാതിരി ആണിനെ കാണലെന്നാവും. എന്നാലും പറഞ്ഞു നടക്കലാടാ. നിങ്ങളൊക്കെ മരിക്കുന്ന നേരത്ത് വരെ ഓർലിക്സ് കലക്കി തരാൻ ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്ക് ആ പച്ച വെള്ളം കിട്ടിയെന്ന് തന്നെ സംശയമാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ പോവാം. റെസ്പെക്ട് വന്ന വയ്യോക്ക് കാണ്. ആ ആണ് ഓടിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ? ആ ഡ്രൈവിംഗ് കാണാനാ അല്ലെങ്കിൽ ആ യാത്ര ആസ്വദിക്കാനാ ആരെങ്കിലും ഉണ്ടായിരുന്നു ആ ഭാഗത്ത്? ആ പെണ്ണിന്റെ കൈമിലും സ്റ്റാറിങ് കിട്ടിയപ്പോ നോക്കാം, പൊതിഞ്ഞിക്കണം ഒന്നായിട്ട് ഡീച്ച പൊതിഞ്ഞ മാതിരി. നിങ്ങൾക്ക് നല്ല മര്യാദ തരുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയെങ്കിലും. അത്യാവശ്യം എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മര്യാദ തരുന്നുണ്ട്. ഡ്രൈവിംഗിൽ വരെ ഇത്രയും. ഇതിലെ പൊരുൾ എന്താന്നുള്ള അറിയില്ല, കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോക്കട്ടെ. ഒരു പെണ്ണ് വന്നിരിക്കുന്നുണ്ട്. ആ കൈയില്ല കണ്ട. അവിടെ ഞങ്ങൾക്ക് റെസ്പെക്ട് ഇല്ല. അവിടെ നിൽക്ക്, കയ്യട്ടെ. ഇത് അവിടുത്തെ എന്തെങ്കിലും ആചാരാവും. ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിന്റെ ശേഷം കൊണ്ടുപോകാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. അമ്മായി വന്നിട്ടാ. ആന്റി പൂ കൊടുത്ത് ആന്റിക്ക് കൈയൊരു പ്രശ്നമല്ലാന്ന്. നല്ല സുവറ പഠിച്ചോൻ അങ്ങനെ തന്നെ ആക്കി തരച്ച്. ഇവനെന്തൊരു പൊട്ടനാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ബുദ്ധിക്ക് കളിച്ചാന്നാണ്. കാരണം ഇവന് ആന്റി ലവറാണ്. മറ്റേത് ചെറുപ്പക്കാരത്തി പെണ്ണേന്നല്ല. അപ്പൊ അവളെ കയ്യില്ലാന്നും പറഞ്ഞിട്ട് പറഞ്ഞാച്ചി. ആന്റി വന്നപ്പോ കയ്യും കാലൊക്കെ പുറത്തേക്കെടുത്ത്. അല്ലാത്ത മനുഷ്യര്. ഞാൻ വെറുതെ റെസ്പെക്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ആദ്യം തെറ്റിദ്ധരിച്ചു ഗൈസ്. നമുക്ക് അടുത്ത കണ്ടോ? ഓക്കെ. എടാ ഇങ്ങനെയും കാമുകന്മാരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ടൗസർ അടിച്ച സാധനം കണ്ടിട്ടില്ല. ഇതെങ്ങനെയാണ് ഇത്തരം കണ്ടന്റുകൾ ഈ ഇന്ത്യക്കാർക്ക് മാത്രം കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കണ്ടകള് മനപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതുപോലത്തെ ഒരു കാമുകിന് ഒരു കാമുകൻക്കും അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു കാമുകൻ കിട്ടാന്നൊക്കെ പറഞ്ഞിട്ടല്ല, മുജ്ജന്മ സുഹൃതാണ്. ആണുങ്ങളെ കണ്ടപാട് അവള് കണ്ണുപൊത്തിക്കാഞ്ഞി. അതേമാതിരി തന്നെ അവനും അന്യ സ്ത്രീകളെ കണ്ടപാട് കണ്ണുപൊത്തി. അല്ലാ, എന്താണെങ്കിലും നമുക്ക് അടുത്തേക്ക് പോവാ. അവരവിടെ കണ്ണുപൊത്തി കളിക്കട്ടെ. ഇതിന് അന്നെ മാത്രം നല്ലത് പറഞ്ഞാൽ പോരാ, എന്റെ പെണ്ണുങ്ങളെയും കൂടി പറയണം. കാരണം അവള് നല്ലൊരു മനസ്സിന്റെ ഉടമ ആയതുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിന് നിങ്ങളിൽ പോലുള്ള ആളുകൾ മനസ്സിൽ വെക്കണം. അതായത് ഒരു പെണ്ണിങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് നമ്മളെ പെണ്ണുങ്ങളും കൂടി ഒന്ന് സഹകരിക്കണം. പോയിട്ട് ഇതേപോലെ തോളത്ത് കൈയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോ ഈ കൂടെ ഉള്ളത് ഇതിനും വലിയ കുറ്റുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാനേ ഉണ്ടാവുള്ളൂ. നമ്മളെന്ത് കാട്ടാനാണ്? നമ്മളെ വിട്ടാലല്ലേ. ഇന്ത്യക്കാരല്ലേ ഞാൻ പറഞ്ഞത്, പൊതുവെ പറയണേ. ഇതേമാതിരി വിടണ്ടേ? വിടൂല. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം.
നക്ഷത്ര മൂലം തന്നെ ഉറപ്പിച്ചാല്. ഇതെന്താ നാട്ടിലെ അവസാനത്തെ ചെക്കനൊക്കെ ഇത്? കുറുക്കന്റെ കയ്യിൽ ആമനെ കിട്ടിയ മാതിരി അങ്ങോട്ടുകൊണ്ട് തട്ടി കളിക്കണേ. പറഞ്ഞ മായത്തിന്റെ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും ഇതിനെ കാണാനും ചേട്ടാ. പഠിച്ചോൻ അടി വെക്കണടാ. സംഭവം വീഡിയോ ഒക്കെ തന്നെയാണ്, എന്നാലും മനസ്സങ്ങോട്ട് അംഗീകരിക്കണില്ലല്ലേ. ഇവിടെയൊക്കെയാണ് റെസ്പെക്ട് ബോയ്സ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട പോലെ. ഒരു നിലയും വിലയില്ലടാ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കണം. എനിക്കിത് ഏതായാലും കൂടുതൽ നേരം കണ്ട് കളത്രാണില്ല. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. എടാ, ശരിക്ക് ചിന്തിക്കാന്നുണ്ടെങ്കിൽ ഇത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഒരു സംഭവമല്ല, നല്ലൊരു മെസ്സേജാണ്. ചിന്തിക്കുകയാണെങ്കിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്നൊക്കെ പറയാം. പെണ്ണിന് റെസ്പെക്ട് കൊടുക്കാത്ത ഒരുത്തനും പെണ്ണിന് റെസ്പെക്ട് കൊടുക്കുന്ന ഒരുത്തനും. ഈ രണ്ട് നായിന്റെ മക്കളും കമ്പനിക്കാരറ്റാവോ? അല്ല, പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ കുറെ സംഭവങ്ങൾ നടക്കണ്ടേ. അതായത് ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത അടവാണെങ്കിലോ. മറ്റോന്റെ മൂന്ന കണ്ടിട്ട് ചെറിയൊരു സംശയം ഇല്ലായുമില്ല. എന്താണെങ്കിലും നല്ലൊരു മെസ്സേജ് അല്ലേ. നമുക്ക് അടുത്തേക്ക് പോവാം. ഇതും അതന്നെ സംഭവം, വലിയ പുതുമുള്ള സംഭവമൊന്നുമല്ല. രക്ഷാബന്ധൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊന്ന് കെട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവനക്ക് സഹോദരി ഇല്ല, അതൊന്ന് കെട്ടിത്തരുമെന്നും പറഞ്ഞിട്ടാണ് ചോദിച്ച് നടക്കുന്നത്. ആർക്കും പറ്റണില്ല അതിന്. ഒന്നാമത്തത് ആണാണ്, രണ്ടാമത്തത് അവന്റെ വേഷവും കോലവും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് അതേപോലെ കീറി പറഞ്ഞൊരു കോലത്തിലൊരു പെണ്ണ് അവിടെ നിന്നോക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പറയും. ഇതേപോലെ ഷർട്ട് കീറി പിടിച്ച് ഒരു പെണ്ണ് അവിടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഈ എത്ര ആളുണ്ടാവും കെട്ടാൻ? എന്നാലും നിങ്ങൾ പറയും, ഞാൻ അത് പറയുമ്പോ എത്ര വട്ടം പറഞ്ഞിപ്പതിലെ. അല്ല, ഇത് ചിന്തിക്കാണ്ട് നിങ്ങള്. തമാശ പറഞ്ഞല്ല ഞാന്. കെട്ടി 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 കൗത്ത് വരെ കെട്ടിട്ടുണ്ടാവുമായിരുന്നു രാഗി. എന്തായാലും പേര് രാഗി തന്നെയല്ലേ? വല്ലാത്തൊരവസ്ഥ മക്കള്. ഞാൻ കണ്ടുകൊടുത്തപ്പോ റെസ്പെക്ട് ഇവിടെ അനിവാര്യമായിട്ട് തോന്നുന്നത് ബോയ്സിന് തന്നെയാണ്, വുമണ്ണല്ല. മെന്നിനാണ് ഇപ്പൊ ഇത് കിട്ടണ്ടേ. നമുക്ക് എന്തായാലും അടുത്തത് നോക്കാം. ഓ, ഇതിലും ഇത്ര വലിയ അതിശയപ്പെടാനൊന്നുമില്ല. ഇവിടെ ഒക്കെ ശരിക്കും ബോയ്സ് എന്താന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങള്. ഹഗോർ സ്ലാപ്പില്ലേ, അതാണ്. ഒരു പെണ്ണ് പോലും സ്ലാപ്പ് അല്ലാതെ വേറൊന്നും ചെയ്തില്ല. നിങ്ങൾ നേരെ ഒന്ന് തിരിച്ചു വെച്ചോക്കണി. എന്താ, ഞങ്ങൾക്ക് കയ്യില്ല, പക്ഷെ ഞങ്ങളത് ചെയ്യൂല. ഞങ്ങൾക്കാരും ഒരു പെണ്ണിന് കൊടുക്കേണ്ട മര്യാദ എന്ത്, വില എന്താന്നുള്ളൂ. മനസ്സിലായ? എന്താ, ഞങ്ങൾക്കും അതേമാതിരി മുതലാക്കിക്കൂടെ? ഞങ്ങൾക്ക് ഹഗ് മതി. ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, കിസ് ആൻഡ് ഹഗ് അല്ലെങ്കിൽ കിസ് ആൻഡ് സ്ലാപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചോളി നിങ്ങള്. എന്നാലും ഞങ്ങൾ അവിടെ കിസ്സേ തെരഞ്ഞെടുക്കുള്ളൂ. എന്തുകൊണ്ടാ? സ്ത്രീകൾ അടിക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഇവിടെയൊക്കെയാണ് നിങ്ങൾ ശരിക്കും ബോയ്സിനെ റെസ്പെക്ട് ചെയ്യേണ്ടത്. അടുത്തേക്ക് പോവാ. अरे भैया, मैं क्या जानबूझ के थोड़ी ना कर रहा हूँ। अब रिक्शा में जगह हो तो सही से बिठाओ ना। आप क्या चाहते हो, मैं छत पे बैठ जाऊँ? छत पे थोड़ी ना बैठ जाऊंगा। भैया, मैं ये नहीं चाहती कि आप छत पे बैठ जाओ, बस मैं इतना चाहती हूँ कि आप सही से बैठ जाओ, मैं कंफर्टेबल हो जाऊँ। अच्छा अच्छा, ठीक है, मैं कहाँ बैठूँ? मैं എന്തോ ഒരു जगह नहीं है तो बताओ कैसे बैठूँ मैं? अब इससे ज्यादा जगह तो नहीं दे सकता मैं आपको। ഇതൊക്കെ ഭയങ്കര തന്നെയാണ് കേട്ടാ. സംഭവം ശരിയാണ്, നിങ്ങൾക്ക് റെസ്പെക്ട് ഒക്കെ വേണം. എന്ന് വെച്ചാൽ തലീ കയറി കെടുക്കുമ്പോഴേ ഡ്രസ് ഇട്ട് സൊസൈറ്റിക്ക് ഇറങ്ങിയതും പോരാ, ഇങ്ങോട്ട് മറ്റുള്ളവർക്ക് പരാതി. ഞാനൊരു പെണ്ണാണ്, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂല, എങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഇരുത്തത്തിന് രീതികളുണ്ട്. എന്നാ പിന്നെ ഒരു സാരിയെ കൊടുത്ത് വരിക. ഇത് അങ്ങനെ ഇങ്ങനെ ഇരിക്കാനും പറ്റൂല. ഇങ്ങോട്ടത് ആണിന് കുറ്റം. ഇത് ഓട്ടർസ് അല്ലേ, അവനാന്റെ മുതലൊന്നുമല്ലല്ലോ. അപ്പൊ അതിൽ കയറുന്ന പലതരത്തിലുള്ള ആൾക്കാരാവും. അപ്പൊ അവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പോവാന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തല്ലേ. എന്നിട്ട് അവിടെ പോയിങ്ങാണ്ട് എനിക്ക് കംഫർട്ടബിൾ വേണം. ഇത് ഞാൻ ആണായിട്ട് പറഞ്ഞാലോ, ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കാണ്ട്.
സംഭവം ശരിയാണ്, വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾ തന്നെയാണ്, അത് നമ്മൾ കുറ്റം പറയാൻ തയ്യാറല്ല. പക്ഷെ ഓട്ടർസിലൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടർസിക്ക് തരാനുള്ള സ്വാതന്ത്ര്യത്തിന് ഒരു പരിമിതി ഉണ്ട്. ഉള്ളത് പറയാല, ഇങ്ങനെയും കുറെ ആണുങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് സ്ത്രീ നടന്നു പോണ സമയത്ത് ബാക്ക് നോക്കുക, അതേപോലെ അവരെ പല സ്ഥലങ്ങളിലേക്ക് നോക്കിയിട്ട് ആസ്വദിക്കുക, അതിനോടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. ഉള്ള കാര്യം പറയാല, കമന്ററി പറയാ, നോക്കി ആസ്വദിക്കുക. ഇത്ര വൃത്തികെട്ട ഇപ്പോഴും എന്ത് പണി കാണിച്ച് അയ്യേ. അല്ലടാ, ബാക്ക് നോക്കിയത് ചൂടായി പോയ ആളാണ് അവിടെ പോയി ഉമ്മ എടുത്തോണ്ട് പോന്നിക്കണ്. ഞാൻ നാട്ടിലെ പ്രതികാരം എങ്ങനെ അല്ലത് കഴിഞ്ഞിട്ടോണ്ട് വരുന്ന വരവ് നോക്ക് എന്നിട്ടാ 2 അടിയൊക്കെ അടിച്ച മാതിരില്ല തിരിച്ചു വരണേ. ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യണ നോക്ക്, നന്നായിക്കണ. അവരിപ്പോ ഇതിലും കൂടി ലോട്ടറി അടിച്ച മാതിരിയായി നോക്ക്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കണ്ടന്റിന്റെ ഉദ്ദേശങ്ങൾക്ക് വ്യക്തമായിട്ട് ഉണ്ടാവുന്നതാണ് എന്റെ ഒരു ധാരണ. നിങ്ങൾ വെറുതെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് ഈ ജെൻഡർ ഇക്വാളിറ്റി, അതേപോലെ തന്നെ റെസ്പെക്ട് ഇല്ല എന്നൊക്കെ. നിങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ ഒരു ഇന്ത്യയിലെ കാര്യമായിട്ടോ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റും അതേപോലെ തന്നെ ഇക്വാളിറ്റി ഒക്കെ ഇപ്പൊ അത്യാവശ്യമുണ്ട്. പിന്നെ ഈ വീഡിയോസിനൊന്നും അല്ലെങ്കിൽ ഞാൻ അടിച്ച കമന്ററി ഒന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്, ജസ്റ്റ് ഫണ്ണ് ആ ഒരു മൈൻഡിൽ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവട്ടാ. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട കമന്ററി ഏതാണ്, രണ്ടും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.